അമ്മ പെണ്ണേ, ഞങ്ങൾ സ്റ്റെറിലൈസേഷന് പോവാട്ടോ. മേലെ ഇരുത്തിയിട്ടുണ്ടായിരുന്നാണ്, അതിനെന്തോ അത്ര കംഫർട്ടബിൾ അല്ല തോന്നുന്നു താഴെ വന്നിരിക്കുന്നത്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ അമ്മ പെണ്ണിൻ്റെ സ്പേയിങ് സർജറി കഴിഞ്ഞു. അവളെ വന്ധ്യംകരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു വ്യക്തി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി നമുക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അത് വേറെ മോശമായതുകൊണ്ടൊന്നുമല്ല. ഒരു ഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സെൽഫ്ലെസ് ആയിട്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെയൊക്കെ നോക്കിക്കാണുന്ന രീതി ഭയങ്കര മോശമാണല്ലോ. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. അപ്പൊ അമ്മ പെണ്ണിന്റെ സർജറി കഴിഞ്ഞിട്ട് അമ്മ പെണ്ണ് കോൺഷ്യസ് ആയിട്ടില്ല. ഞങ്ങള് പോയിക്കൊണ്ടിരിക്കും. അനസ്തീഷ്യയുടെ എഫക്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ചു നേരം കഴിയും. അപ്പൊ ഞങ്ങള് പോവാണ്. അമ്മ പെണ്ണിനെ എടുക്കാം. അമ്മ പെണ്ണിനെ ബോധം കെട്ടിച്ചാണോ? അമ്മ ഇവിടെ ബോധം കെട്ടി കിടക്കണു. എടാ എന്താടാ വന്ന് കാണടാ അമ്മേനെ. വല്ല വിചാരമുണ്ടോ നിന്റെ അമ്മയാണ് ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത്? പോയി ഫ്രൂട്ട്സ് വാങ്ങിട്ട് വാ. അവിടെ പൊന്നിന് സുന്ദരി പൊന്നിന് നല്ല ആരോഗ്യം ഉണ്ടാവാനും ഇനി കുഞ്ഞുങ്ങളില്ലാണ്ട് ഇച്ചാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ അമ്മ പെണ്ണിനെ നോക്കാൻ മക്കള് വന്നിരിക്കുകയാണല്ലോ. ഇന്ന് വിടണ്ട പറഞ്ഞു കേട്ടോ. അവൾക്ക് ലീഷ് ഇഷ്ടമല്ല. ഞങ്ങൾ ലീഷ് ഇട്ടുണ്ടായിരുന്നു. വളരുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടിയാലോ എന്ന് വെച്ചിട്ടേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാണിച്ചു. അപ്പോൾ ലീഷ് ഞങ്ങൾ അയച്ചു. ഇപ്പോൾ ആൾ കൂളായി. സാരില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കുഞ്ഞ് സുഖമായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവളെ കിടത്തിയത്. അവൾ സുഖമായിട്ട് ഉറങ്ങി എണീറ്റു. രാവിലെ പുറത്തേക്ക് പോയി മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് ലൈറ്റായിട്ടുള്ള ഭക്ഷണവും കഴിച്ചു. അപ്പോൾ വീണ്ടും റെസ്റ്റ് ചെയ്യാണ്. അവൾ കംപ്ലീറ്റ്ലി നോർമലാണ്, ഓക്കെയാണ്. പിന്നെ അവളുടെ ചെവിയുടെ ഒരു പോർഷൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലെയാണ് സർജറി ചെയ്തു എന്നുള്ളതിൻ്റെ. അതായത് ഇനി വേറെ വല്ല അനിമൽ വെൽഫെയർ വർക്കേഴ്സോ വോളണ്ടിയേഴ്സോ ആരെങ്കിലും ഇവിടെ കാണുമ്പോൾ ഇവൾ ഓൾറെഡി സർജറി കഴിഞ്ഞതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ അനിമൽ ബർത്ത് കൺട്രോൾ ABC പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ഈ പാവങ്ങളെ തല്ലിക്കൊല്ലാനും എറിഞ്ഞു കൊല്ലാനും വിശന്ന് പട്ടിണി കിടത്തി കൊല്ലാനും കാണിക്കുന്ന ഇൻട്രസ്റ്റ് ആ കാര്യം നടപ്പിലാക്കാൻ എന്തായാലും കാണിക്കാറില്ലല്ലോ. ഏതായാലും ഇവളുടെ ആരോഗ്യം ഞങ്ങൾ സേഫാക്കി. താങ്ക് യു.